ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള സദ്യക്കൊക്കെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു നല്ല മധുരക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പൈനാപ്പിൾ കൊണ്ടുള്ളൊരു മധുരക്കറി, പൈനാപ്പിൾ പച്ചടി. ഇത് പല രീതിയിലാണ് പലരും വെക്കുന്നത്. അപ്പം ഞാൻ എങ്ങനെയാണ് ഇന്ന് വെച്ചിരിക്കുന്നത് നമുക്കൊന്ന് വീഡിയോ കണ്ടു നോക്കാം. ഇതിനായിട്ട് ഞാൻ ഒരു പൈനാപ്പിളിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. ഒരു ചെറിയ ഏത്തപ്പഴം, അത് നിർബന്ധമൊന്നുമില്ല. പിന്നെ കുറച്ച് മുന്തിരിങ്ങ. ഇനി നമ്മളൊരു കടായി എടുത്തിട്ടുണ്ട്. ആ കടായിലേക്ക് നമുക്ക് ഈ പൈനാപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം കൂടി ചേർക്കാം. ഇതൊരു 3-1 കപ്പ് കാണും കേട്ടോ, അത്രയേ ഉള്ളൂ. ഇനി വലിയ പഴമാണെങ്കിൽ അതിൻ്റെ ഒരു 4-1 ഭാഗം ചേർത്താൽ മതി. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇടാം. ഇനി എരിവിന് ആവശ്യമായ മുളക് പൊടി ചേർക്കാം. ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഇനി കുറച്ച് വെള്ളം ഒഴിക്കാം. അതായത് നമുക്കിത് തീരെ വറ്റിച്ച് വരട്ടിയെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഇത് പെട്ടെന്ന് വേവും, ഒരുപാട് വേവൊന്നുമില്ല. ഏതാണ്ട് വെന്ത് വറ്റാറായിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളവും കൂടി ഉണ്ട്. നമുക്കൊന്നുകൂടി മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമുക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കര ചേർക്കാം. നമ്മുടെ മധുരം അനുസരിച്ച് നമ്മൾ ചേർത്താൽ മതി. പഞ്ചസാര വേണേലും ചേർക്കാം. പിന്നെ ഞാനിത് ഉരുക്കിയെടുക്കാത്തത് ഇതിൻ്റെ അകത്ത് അഴുക്കൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. അഴുക്കുള്ള ശർക്കരയാണെങ്കിൽ നമ്മൾ ശർക്കര ഉരുക്കി പാനിയാക്കി അരിച്ച് വേണം ഒഴിക്കാൻ. ഇനി ആ ശർക്കരയിലൂടെ കടന്ന് അതൊന്ന് വെന്ത് ആ മധുരം എല്ലാം ഒന്ന് പൈനാപ്പിളിനൊക്കെ ഒന്ന് പിടിക്കണം. എരിവും മധുരവും ഒക്കെ കൂടി. ഇനി ഒരു അല്പം ജീരകം പൊടിച്ചത്, 1/4 ടീസ്പൂൺ തന്നെ ഇല്ല കേട്ടോ, അത് കൂടിപ്പോകരുത് ജീരകം. നമുക്ക് ആ വെള്ളം എല്ലാം വറ്റിച്ചെടുക്കണം, നന്നായിട്ട് വരട്ടിയെടുക്കണം. അത് ഇത്രയും മതി. നമുക്കിനിത് വാങ്ങി വെക്കാം. ഇനി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കടുക് പൊട്ടിക്കാനായിട്ട് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഒരു 2 വറ്റൽമുളക് കൂടെ മുറിച്ചിടാം. കുറച്ച് കറിവേപ്പില ചേർക്കാം. കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ അതിലേക്ക് നമുക്ക് വറുത്തെടുക്കണം. അണ്ടിപ്പരിപ്പ് ഇത്രയും മുത്താൽ മതി. ഇനി അതിലേക്ക് നമുക്ക് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർക്കാം. ഇത് 1/2 കപ്പ് തേങ്ങാപ്പീരയാണ്. ഇത് വളരെ ചെറിയ പീരയാണ്. അങ്ങനെ വേണം ചിരണ്ടി എടുക്കാണ്ട്. കാരണം നമ്മളിത് അരയ്ക്കുന്നില്ലല്ലോ, ഇത് ഡയറക്റ്റ് വറുത്തിട്ട് ആ പൈനാപ്പിൾ വരട്ടി വെച്ചതിൻ്റെ അകത്തോട്ട് ചേർക്കുവാണ്. എന്ന് പറയുന്നത് ഇത് വറക്കുമ്പോഴത്തേന് തീയൻ്റെ അത്രയൊന്നും മൂക്കണ്ട, അതിനേക്കാൾ കുറച്ച് കുറവ് മതി മൂപ്പ്. ഇത് ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാൻ വരട്ടി വെച്ചിരിക്കുന്ന പൈനാപ്പിളിലേക്ക് ഇത് ചേർക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ പച്ചക്കടുക് പൊട്ടിച്ചതും കൂടി ചേർക്കാം ഇതിലേക്ക്. പക്ഷെ ഞാൻ ഇന്നത് ചേർക്കുന്നില്ല. കണ്ടോ, ഇനി നല്ലതായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇനി എന്താ ടേസ്റ്റ് എന്നറിയാമോ ഈ കറിയുടെ? നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. വെള്ളമൊന്നും ഒട്ടും ഇല്ലാതെ വേണം. ഇനി ആ മുന്തിരിങ്ങ കഴുകി വെച്ചിരിക്കുന്നതും കൂടെ ചേർക്കുക. അത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളൂ ഈ മുന്തിരിങ്ങ നമ്മൾ ചേർക്കാവുള്ളൂ. അത് വെന്ത് പോകരുത്. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യ് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ പൈനാപ്പിൾ ആ വെന്ത് വരട്ടുമ്പോഴത്തേന് 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്താൽ മതി.